ജനസിസിന് തലേ ദിവസം 10 ഡിസംബർ 2025 ജനസിസ് ബയോടെക്സിലെ ഷാലയുടെ അവസാന ദിവസമായിരുന്നു. നാളെ അവളുടെ വിവാഹമാണ്. ജനസിസ് ബയോടെക്സിന്റെ BOH ഹെഡാണ് ഷാല. വളരെ വൈബ്രന്റായ ഒരു ചെറുപ്പക്കാരി. എന്നത്തെയും പോലെ ഇൻവെന്ററി ചെക്ക് ചെയ്ത് അവൾ നാളത്തെ പ്രൊഫൈലാക്സിസ് ആക്ടിവിറ്റീസിനും റിസർച്ചിനുമായി ബാൻഡ് മെഡിസിൻ വന്നതായി കണ്ടെത്തി. അവളുടെ ഓഫീസിലെ വൈറൽ വെപ്പണറി ഹെഡായ വിനോദിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അതൊന്നും താൻ നോക്കണ്ട എന്ന് അയാൾ പറഞ്ഞു. അന്ന് വൈകുന്നേരം ജനസിസ് ബയോടെക്സിലെ മറ്റു കൊളീഗ്സ് അവൾക്കൊരു ഓഫീസ് പാർട്ടി സംഘടിപ്പിച്ചു. അഡ്വഞ്ചർ എവേറ്റ്സ് എന്ന് എഴുതിയ കേക്കും നൽകി. പാർട്ടിയിൽ കാഷ്വലായി വിനോദ് ഓഫർ ചെയ്ത ഡ്രിങ്ക്സ് അവൾ കുടിച്ചു. മരുന്നുകൾ അവൾ ഇതുവരെ വിനോദിനെ ഏൽപ്പിച്ചില്ല. വിനോദ് കൊടുത്ത ഡ്രിങ്ക്സ് കുടിച്ച് അവൾ ഓഫീസ് റൂമിലേക്കെത്തി മയങ്ങിപ്പോയി. ആ സമയം കൊണ്ട് വിനോദ് ആ മരുന്നുകൾ എടുത്തിരുന്നു. പിന്നീട് എപ്പോഴോ അനഘ വന്ന് വിളിച്ചപ്പോഴാണ് അവൾ എഴുന്നേറ്റത്. കല്യാണം വളരെ ചെറിയ രീതിയിലായതുകൊണ്ടും ജോലിസ്ഥലത്തെ വീടിനേക്കാളും അവൾ സ്നേഹിച്ചിരുന്നതുകൊണ്ടുമാണ് അവൾ കല്യാണ തലേന്ന് വരെ ജോലിക്ക് വന്നത്. എന്നാൽ ഇപ്പോൾ അവൾ വളരെ വൈകിപ്പോയിരുന്നു. അവൾ റൂം ലോക്ക് ചെയ്ത് സ്കൂട്ടറിന്റെ കീയുമായി ഇറങ്ങി. പിറ്റേന്ന് ജനസിസ് ദിവസം 11 ഡിസംബർ 2025 ഷാലയുടെയും അരുണിന്റെയും കല്യാണ ദിവസം. അടുത്ത ബന്ധുക്കൾ മാത്രമുള്ള ഒരു ഓപ്പൺ ഹാളിലാണ് കല്യാണം. ജനസിസ് ബയോടെക്സ് കഴിഞ്ഞു വേണമായിരുന്നു അങ്ങോട്ടേക്ക് എത്താൻ. കാറ്ററിംഗ് സർവീസിലെ ഒരു പയ്യൻ ജനസിസിന്റെ മുന്നിൽ തിരക്കിൽപ്പെട്ട് അതിനിടയിൽ വെച്ച് മുറിവേൽക്കപ്പെട്ടു. മുറിവ് ചെറുതായിരുന്നെങ്കിലും അതു കാരണം എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ അറിഞ്ഞുവരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ജനസിസിലെ അപകടമെന്നാലും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. പക്ഷെ കൂട്ടുകാർ അപകടത്തിലാണ് എന്നുള്ളത് ഷാലയോട് ആരും പറഞ്ഞിരുന്നില്ല. കാറ്ററിംഗിലെ പയ്യന് പതിയെ വയ്യാതെയായി. അവൻ തളർന്നു വീണു. കൂടെയുള്ളവർ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും അവൻ സോംബിയായി മാറിക്കഴിഞ്ഞിരുന്നു. മറ്റുള്ളവരെ ഉപദ്രവിച്ചു. പതിയെ അവരും സോംബിയായി മാറിത്തുടങ്ങി. ബഹളമായി. ബന്ധുക്കളിൽ ഓരോരുത്തരായി ആക്രമിക്കപ്പെട്ടു. അവരെ രക്ഷിക്കാൻ നോക്കിയ ഷാലയ്ക്കും ഒരു സോംബിയുടെ കടി അവളുടെ കയ്യിൽ കൊണ്ടു. തിരിഞ്ഞുമാറിയ ഷാല കസേരയിൽ തട്ടി വീണു. അതിൽ അവളുടെ ബോധം പോയി. കൃത്യം 3 മാസങ്ങൾക്ക് ശേഷം അവൾ കോമയിൽ നിന്നും എഴുന്നേറ്റു. ലൈഫ് ലൈൻ ഹോസ്പിറ്റലിന്റെ ക്വാറന്റൈൻ സെന്ററിൽ. എഡിയും സഞ്ജനയും അവിടെ ഉണ്ടായിരുന്നു. തന്റെ സുഹൃത്ത് സഞ്ജന അവിടെ ഉണ്ടായിരുന്നത് അവൾക്ക് ആശ്വാസമായിരുന്നു. പതിയെ അവൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ആ വൈറസ് അവളെ സോംബിയാക്കി മാറ്റിയില്ല. പകരം അവളിലെ RNAയിലെ യുറാസിലായി Z വൈറസിലെ ന്യൂക്ലിയോ ക്യാപ്സിഡ് ബോണ്ട് ആയിരിക്കുന്നു. അവളെ അത് ഇവോൾവ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഷാലയെ നോട്ടമിടുകയായിരുന്നു FODN. ക്വാറന്റൈൻ സെന്ററിലെ FODN സ്പൈ അവൾ ഉണർന്നാൽ ഉടൻ അറിയിക്കാൻ പറഞ്ഞിരുന്നു. FODN വിവരമറിഞ്ഞ ഉടൻ ക്ലാഡ് അങ്ങോട്ടേക്ക് അയച്ചു. തമിഴ്നാട്ടിലെ ഒരു ജിപ്സി കൂട്ടായ്മയിലാണ് ഘട്ടമാത ബാനെ ജനിച്ചത്. അവളുടെ ട്രൈബിലെ അയേൺ ക്ലാഡ് സ്വന്തമാക്കിയ അവൾ പിന്നീട് ക്ലാഡ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഷാല വഴങ്ങിയില്ലെങ്കിൽ കൊന്നുകളയാനും പറഞ്ഞു. ക്ലാഡും ആളുകളും ക്വാറന്റൈൻ സെന്ററിലെത്തി. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ ഷാല അവരെ പോലെയുള്ള തീവ്രവാദികളോട് കൂടാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞു. അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിടത്തു നിന്നും ഷാലയും സഞ്ജനയും എഡിയും രക്ഷപ്പെട്ടു. തുടർന്നും ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ എഡി അർണവിനെ ഓർത്തു. എന്താവശ്യത്തിനും എലമെന്റിന്റെ ബേസിലേക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള വഴി അയാൾ പറഞ്ഞുകൊടുത്തിരുന്നു. റഷ്യൻ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ച് ഷേഹ അവരുടെ ലൊക്കേഷൻ മാപ്പിൽ നിന്നും കവർ ചെയ്തിരുന്നു. അതുകൊണ്ട് ആ സ്ഥലം സേഫ് ആണെന്ന് എഡിക്ക് അറിയാം. പിന്നെ അവർ താമസിച്ചില്ല. എലമെന്റിന്റെ അടുത്തേക്ക് നീങ്ങി. എലമെന്റിന്റെ ബേസിലെത്തിയ ഷാലയ്ക്ക് അർണവിന് ആദ്യം എന്താണോ തോന്നിയത് അത് തന്നെ തോന്നി. എലമെന്റിന് അർണവ് കൈകൊടുത്തപ്പോൾ തന്നെ അവൾക്കൊരു ടെലിപ്പതി ഉണ്ടായതുപോലെ തോന്നി. എന്തൊക്കെയോ അവളിലൂടെ മിന്നിമാഞ്ഞു. ഇസബെല്ലയ്ക്ക് അത് നേരത്തെ പിടികിട്ടി. ഇസബെല്ലയ്ക്കുള്ളിലെ ശക്തികളെക്കുറിച്ച് പുറത്താരോടും അവർ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സമയമായില്ല. ഷാലയോട് ഇസബെല്ല പേരിന്റെ പിന്നിലെ കഥ ചോദിച്ചു. അത് തന്റെ അച്ഛനിട്ടതാണെന്നും അദ്ദേഹം സഞ്ചരിക്കാൻ താൽപ്പര്യമുള്ള ഒരാളാണെന്നും അതുകൊണ്ട് ഷാങ്ഗ്രില എന്നത് ചുരുക്കി ഷാല ആക്കിയതാണെന്നും പറഞ്ഞു. അതെ, ഷാങ്ഗ്രില, ഭൂമിയിലെ അതിസുന്ദരമായ സാങ്കല്പിക പറുദീസ.